അപ്പോൾ പുതുവത്സര വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ് ഉണ്ടാവും, കൊച്ചിയിൽ നിന്ന് നിതിൻ ഉണ്ടാവും, ആര്യയുണ്ടാവും, കോഴിക്കോട് നിന്ന് ഫൈസൽ അസീസ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ആദ്യമായി പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ നിതിൻ സേവ്യറുണ്ട്. നിതിൻ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ പുതുവത്സര ആഘോഷ പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യം അത് കൊച്ചി, ഫോർട്ട് കൊച്ചിയാണ്. അവിടെ പാപ്പാഞ്ഞിയെ കത്തിക്കൽ ഏറ്റവും വിപുലമായി നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇരുട്ടൊക്കെ ആയിട്ടുണ്ടാവും, കളറും ലൈറ്റും എല്ലാം ഉണ്ടാവുമായിരിക്കും അല്ലേ? കളറാണോ ഇത്തവണ കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ പാപ്പാഞ്ഞി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പാപ്പാഞ്ഞിയാണ് ഇന്ന് രാത്രി 12 മണിക്ക് കത്തിക്കുക. ഈ ലൈറ്റുകളൊക്കെ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. പ്രധാനമായും ഈ ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളൊന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആളുകൾക്ക് ഇവിടേക്ക് കാണാൻ എത്തുന്നത് ഈ ലൈറ്റാണ്. അപ്പോൾ ലൈറ്റുകളൊക്കെ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഒരു സൈഡിൽ നിന്ന് അവരുടെ ലൈറ്റുകളുടെ ക്രമീകരണം അല്ലെങ്കിൽ ലൈറ്റുകളൊക്കെ അവർ ചെക്ക് ചെയ്ത് ഇട്ട് വരുന്നതേ ഉള്ളൂ. കുറച്ച് സമയത്തിന് 7 മണിയോട് തന്നെ പൂർണ്ണമായും എല്ലാ ലൈറ്റുകളും ഇടുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ 12 മണിക്ക് കത്തിക്കുന്ന പാപ്പാഞ്ഞി. ഈ പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടാണ് പുതുവത്സരത്തെ വരവേൽക്കാൻ ഇവിടെ പതിനായിരങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് പോലീസിൻ്റെ നിലവിലെ കണക്കനുസരിച്ച് ഇവിടെ ഇപ്പോൾ വലിയ തിരക്കൊന്നുമായിട്ടില്ല. ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നതേ ഉള്ളൂ. നമുക്കിവിടെ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ദൃശ്യം, ഒരു മഞ്ഞ വെളിച്ചം നമുക്കവിടെ കാണാൻ സാധിക്കും. അതാണ് ഫോർട്ട് കൊച്ചിയിലെ അതിപ്രശസ്തമായ മഴമരം. അത് കഴിഞ്ഞ 3 ദിവസം മുൻപാണ് അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമൊക്കെ നിർവഹിച്ചത്. അപ്പോൾ അത് കാണാനൊക്കെ ഒരുപാട് ആളുകൾ, അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മത്തിന് തന്നെ ഇവിടെ ഏകദേശം 50,000-ലധികം ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു, ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിരുന്നു. അത് വലിയ ആഘോഷപൂർവ്വം കൊച്ചിയിലെ നിവാസികൾ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിക്കാരൊക്കെ കാണുന്നൊരു പരിപാടിയാണ് ഈ മരത്തിൻ്റെ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മമൊക്കെ. അപ്പോൾ ആ ലൈറ്റുകളൊക്കെ അവിടെ തന്നെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തുള്ളത് പൂർണ്ണമായും ഈ ലൈറ്റുകളൊക്കെ തെളിയും. ഇവിടെ സൗണ്ട് ചെക്കിംഗ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷെ ഒരു 8 മണി അല്ലെങ്കിൽ 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ ഗ്രൗണ്ട് ആളുകൾ വന്ന് നിറയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ നേരത്തെ തന്നെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ഒരുപാട് ആളുകൾ ഏറ്റവും മുൻപിലത്തെ റോയിൽ തന്നെ വന്ന് നിൽക്കാൻ 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ഇവിടെ എത്തിയ ആളുകളൊക്കെ ഉണ്ട്. ഏറ്റവും മുൻപിൽ നിന്ന് തന്നെ ഈ പാപ്പാഞ്ഞി കത്തിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്ന്, ഈ പുതുവത്സരത്തെ വരവേറ്റ് നടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്ന് ഈ ഫോർട്ട് കൊച്ചിയിലെ കൊച്ചിൻ കാർണിവൽ തന്നെയാണ്. അപ്പോൾ അത് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഈ കൊച്ചിക്കാരല്ലെങ്കിൽ എറണാകുളംകാരല്ല, ഒരുപാട് ആളുകൾ പുറത്ത് നിന്ന്, വിദേശത്ത് നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് അവിടെ ഒരു വിദേശികൾക്ക് വേണ്ടി ഒരു പവലിയൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് മറ്റാളുകളെല്ലാം തന്നെ നിൽക്കുക. ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ അല്ലെങ്കിൽ 1.5 ലക്ഷത്തോളം ആളുകൾ എത്തുമെന്നാണ് പോലീസ് നിലവിൽ കണക്ക് കൂട്ടുന്നത്. 1200 പോലീസ്. അതോടൊപ്പം ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥലപരിമിതി കാരണം വീർപ്പൊട്ടുന്ന സ്ഥലം കൂടിയാണ് ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ന്യൂ ഇയർ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്കൊന്നും അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായില്ല. അതായത് ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമായിരുന്നു. എനിക്ക് തോന്നുന്നു ആഘോഷങ്ങൾ കഴിഞ്ഞ ആളുകൾ വീട്ടിലെത്താൻ ഏതാണ്ട് ഉച്ചവരെയൊക്കെ ആയ അത്രയധികം ഗതാഗത കുരുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് പോലീസ് എന്തെങ്കിലും പുതിയ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടോ? നിയന്ത്രണങ്ങളുണ്ടോ? ഗതാഗത നിയന്ത്രണങ്ങളുണ്ടോ? എന്തൊക്കെയാണ് ആ വിവരങ്ങൾ കൂടെ? പ്രധാനമായ 2 കാര്യങ്ങൾ. അതിൽ ഒന്ന്, ഇത്തവണ ആഘോഷം ഈ തിരക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ വലിയ തോതിൽ ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കാൻ വേണ്ടി 2 സ്ഥലത്തെയും പാപ്പാഞ്ഞി കത്തിക്കാൻ, കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു പാപ്പാഞ്ഞി കത്തിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ 2 പാപ്പാഞ്ഞി, പരേഡ് ഗ്രൗണ്ടിലെയും വെളി ഗ്രൗണ്ടിലെയും പാപ്പാഞ്ഞി കത്തിക്കുന്നുണ്ട്. പിന്നെ ഗതാഗത ക്രമീകരണം വലിയ തോതിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുന്നതിൽ വലിയ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. 2 മണിക്ക് ശേഷം സ്വകാര്യ വാഹനങ്ങൾ പള്ളുരുത്തി ഭാഗത്തുനിന്നും വൈപ്പിൻ ഭാഗത്തുനിന്നും ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടിട്ടില്ല. പിന്നീട് ഈ ബസ് സർവീസുകൾ, സ്വകാര്യ ബസ്സിനെയും അല്ലെങ്കിൽ KSRTC ബസ്സിനെ ആശ്രയിച്ചാണ് ഇങ്ങോട്ടേക്ക് ആളുകൾ വരേണ്ടത്. റോറോ സർവീസിൽ 4 മണി വരെ മാത്രമാണ് വാഹനങ്ങൾ അനുവദിച്ചത്. 7 മണി വരെ മാത്രമാണ് ആളുകളെ അനുവദിക്കുക. അങ്ങനെ വലിയ തോതിലുള്ള നിയന്ത്രണമുണ്ട്. തിരിച്ചു പോകാനും അതുപോലെ തന്നെ. പ്രത്യേകിച്ച് ഈ വാട്ടർ മെട്രോയും അധിക സമയത്തേക്ക് സർവീസുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ആളുകൾക്ക് തിരിച്ചു പോകാം. പ്രത്യേകിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ആളുകൾ 12 മണിക്ക് തന്നെ ആളുകളെ ഇവിടെ നിന്നും പോലീസ് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കമ്മീഷണർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 12 മണിക്കല്ല, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകാൻ, അവർക്ക് ഇഷ്ടമുള്ള അത്രയും നേരം ഇവിടെ നിൽക്കാം, ബീച്ചിൽ പോകാം. പക്ഷേ ബീച്ചിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല, കടലിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല. ബീച്ചിൽ പോകാം,
പോകാം, അവിടുത്തെ വൈബ് ആസ്വദിക്കാം. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകാം. പക്ഷേ കടലിലേക്ക് ഇറങ്ങരുത് എന്ന് പോലീസ് കർശനമായി തന്നെ പറയുന്നുണ്ട്. അത് അനുവദിക്കില്ല. എത്ര സമയം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. ആളുകൾ ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ആളുകൾ ഒരുമിച്ച് പുറത്തേക്ക് പോയാൽ ഒരു വലിയ തരത്തിലുള്ള അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും വലിയ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ കൂടുതൽ ആളുകൾ എത്തും. പ്രത്യേകിച്ച് ഇവിടെ ഈ സൗണ്ട് ചെക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ഇവിടെ ഈ കലാപരിപാടികൾ DJ ഒക്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. അതൊക്കെ കാണാൻ വേണ്ടി ആളുകളുടെ ആകാംക്ഷാഭരിതരായി കാത്തു നിൽക്കുന്നുമുണ്ട്.